ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് നമ്മൾ ഇന്ന് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മാർക്കറ്റിൽ നിന്ന് തന്നെ വൃത്തിയാക്കി കിട്ടിയ ചെമ്മീനാണ്. അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ നല്ല വെള്ളത്തിലൊന്നും കൂടി നമ്മൾ വെള്ളത്തിൽ കഴുകണമല്ലോ. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചേർക്കുക അതൊക്കെ ചേർക്കുക. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെച്ച്, അതായത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ന് ചെമ്മീൻ ചെമ്മീൻ ഫ്രൈ ആണ് ആക്കാൻ പോകുന്നതെന്നല്ലേ. എൻ്റെ കൈ കണ്ട പൊള്ളിയിട്ട് വെള്ളം പറഞ്ഞിട്ട് പൊള്ളിയതാണ് ഗൈസ്. എന്നിട്ട് ഞാനപ്പം ചെമ്മീൻ ഫ്രൈ അല്ല ആക്കുന്നത്, ചെമ്മീൻ ഫ്രൈ തന്നെയാണ് ആക്കുന്നത്. ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാലോ, മസാല വേണം. മസാലക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, കൊത്തമല്ലി ചപ്പ്, ഇതൊക്കെ തയ്യാറാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ പുരട്ടി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനിന്ന് ചെമ്മീൻ ചോറ് വെക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് അറിയില്ല, ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് 20 മിനിറ്റ് നമ്മൾ വീട്ടിലില്ല മറ്റേ നേരി അരി വെച്ചിട്ട് അരി കൊണ്ടാണ് മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ നന്നാക്കി അതിനിടയ്ക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത ശേഷം ചെമ്മീൻ സാധാരണ കുക്കർ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളി നന്നായിട്ട് വാട്ടുക, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇടുക. അതിൻ്റെ ഒരു കാര്യം പറയാൻ ഇതിന് ഒന്നുമില്ല, ജസ്റ്റ് തക്കാളിൻ്റെ ഒപ്പം കഴുകി വെക്കുകയാണ്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിതായി മുന്തിരിങ്ങ നല്ലോണം നല്ല മനസ്സിൽ വരുന്ന സാധനം കലർത്തി വെള്ളത്തിൽ നന്നായിട്ട് കഴുകി 15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് കഴിക്കുക. അതിൻ്റെ കുറച്ച് പൊതുത്തും ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മസാലയാക്കാം. ഉള്ളി നന്നായിട്ട് വാട്ടുക. ഉള്ളിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കൊത്തമല്ലിപ്പൊടിയും വാട്ടിന് ശേഷം ഗരം മസാലപ്പൊടി ഇട്ട് നല്ലത് മുളക് പൊടി, മസാലപ്പൊടി, അതിൽ ചൂട് കുറച്ച് നമ്മളെടുത്ത ബിരിയാണി അരിൻ്റെ ചിക്കൻ മസാല കൊത്തമല്ലി പൊടി, പിന്നെ ഗരം മസാലയും കൂടി മസാല പിടിച്ചതിന് ശേഷം അത് നന്നായിട്ടിട്ട് പിന്നെ ഒരു വിസിലേ വേണ്ടി അതിൻ്റെ ചെമ്മീൻ നല്ല ചൂടുവെള്ളം നമ്മൾ എത്ര ബിരിയാണി അരി എടുത്തിട്ടുണ്ടോ പിന്നെ ഒരു വിസിലേ വേണ്ടി ചൂടുവെള്ളം ഒരു വിസിൽ വന്നതിന് ശേഷം അത് ഇളക്കിയതിന് ശേഷം അതിൽ ബിരിയാണി അരി ഇടുക. പിന്നെ കുക്കർ നല്ല മൂടി വെച്ച് ചെമ്മീൻ ചോറ് ഒരു മീഡിയം നമ്മൾ അരിമിൽ വെക്കും. അതുപോലെ ഇരിക്കും വെച്ച് കഴിഞ്ഞിട്ട് ഒരു വിസിലിന് നമ്മൾ ഇത് ഓഫാക്കണം. അപ്പോൾ ഈ ഗ്യാസ് ഓഫാക്കിയിട്ട് പ്രഷറിലാരും വിസിലിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ തന്നെ പിന്നെ തുറന്നിട്ട് നോക്കിയാൽ അടിപൊളി ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ ബിരിയാണി അരി ഏതാണോ അതിന് കണക്കായിട്ട് നിങ്ങൾ വിസിൽ വെക്കുക. അപ്പോൾ അത്രയിലും. ബൈ.